പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധന പ്രകരണങ്ങൾ ഇതുപോലെ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കടം വെച്ചുകൊണ്ട് പറയണം. എന്താണ്? എൻ്റെ രോഗത്തെ പ്രതി. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ദർശനമില്ലേ, അത് ക്യാൻസറോ എന്തോ ആണ്. പക്ഷേ കൃത്യമായിട്ട് ആ വ്യക്തി അടുത്ത മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ സാക്ഷ്യം പറഞ്ഞിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോഴും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെന്ന് പറയുമ്പോൾ എൻ്റെ കടങ്ങളെ പ്രതി, ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളുടെ ജപ്തി നടപടിയും ഇപ്പോൾ മാർച്ച് മാസമായത് കാരണം കുറേ വിഷമം അനുഭവിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സാമ്പത്തിക വിടുതലിനെ പ്രതി എന്ന് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞേക്കണം. ഞാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധുവിൻ്റെ ക്യാൻസറിനെ പ്രതി, അല്ലെങ്കിൽ രോഗങ്ങളെ പ്രതി, അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട സങ്കടങ്ങളെ പ്രതി എന്ന് പറഞ്ഞിട്ട് വേണം സ്തുതിക്കാൻ. കാര്യം നമ്മുടെ സങ്കടം വെച്ചാണ് നമ്മളത് സ്തുതിപ്പാക്കി മാറ്റണത്. സങ്കടം എപ്പോഴും സ്തുതിപ്പാക്കി മാറ്റി കഴിയുമ്പോൾ സ്തുതിപ്പിലേക്ക് എന്നാ വരണത്? ശക്തി വരണം. നമ്മുടെ സങ്കടം വെച്ചല്ലേ നമ്മൾ ആരാധിക്കണത്, സ്തുതിക്കണത്. അപ്പോൾ സ്തുതിപ്പിലേക്ക് എന്നാ വരണത്? ബലഹീനതയിലാണ്. ഇപ്പം 2 കൊറിന്ത്യൻസ് നമ്മളെപ്പോഴും കേൾക്കണ വചനമാണ്. എന്നാ? ബലഹീനതയിലാണ് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. 2 കൊറിന്ത്യൻസ് 12:9 വചനങ്ങളാണ് അല്ലേ. ബലഹീനതയിലാണ് എന്ന് പറഞ്ഞ്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആവസിക്കാനുള്ള ഒരു നല്ല ടൈം എന്താ? നമ്മൾ ബലഹീനരായിരിക്കുന്നത്. ഇപ്പോൾ ബാങ്കുകാരന് ജപ്തി നടപടി വരുമ്പോൾ നമ്മൾ ബലഹീനമാകും. എത്ര പവറുള്ളവരാണെങ്കിലും പപ്പ എന്നെ അങ്ങനെ വിഷമിച്ചിരിക്കണം പപ്പ, കർത്താവ് സഹായിക്കുമെന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സ് കേൾക്കും, ദൈവമേ അങ്ങനെ പറയാൻ എനിക്കൊരു കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ എന്ന്, ഇല്ലേ? കാര്യം ഉടമ്പടിയിലൊക്കെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് ശക്തി ആണ്. ആരാധനയിലൂടെയും എന്ത് ആധ്യാത്മിക ശുശ്രൂഷയിലൂടെയായും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. ശക്തി ആവശ്യിക്കുക. ഇപ്പം ശക്തി നമുക്ക് കണ്ട് ആവശ്യിക്കാൻ പറ്റും, കേട്ടും ആവശ്യിക്കാൻ പറ്റും. 2 തരത്തിലാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഒന്ന് കണ്ടു വരും, രണ്ടാമത് കേട്ട് വരും. ഇപ്പം നിങ്ങളെ ആരാധന വരുമ്പോൾ 2 സംഭവിക്കുന്നുണ്ട്. ഇപ്പം സാക്ഷ്യം എന്താണ്? കർത്താവ് അനുഗ്രഹിച്ച വ്യക്തികളെ കാണുകയാണ് നിങ്ങൾ, അല്ലേ? അവർ പറയണത് നമ്മൾ കേൾക്കുകയാണ്. ഇപ്പം അച്ഛൻ തന്നെയാണെങ്കിലും കർത്താവിൻ്റെ വചനങ്ങളല്ലാതെ ഒരു കഥയോ ഒന്നും പറയത്തില്ലല്ലോ, ഒന്നും പറയത്തില്ല. വചനങ്ങളെ പറയത്തുള്ളൂ. എന്താ കാര്യം? വചനം രക്ഷയിലേക്ക് നയിക്കണ ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 നമ്മൾ എന്താ വായിക്കണത്? ഏറ്റു പറഞ്ഞ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് നിങ്ങളുടെ ശക്തി ചോർന്ന് പോകത്തില്ലേ? ഭർത്താവിന് അസുഖമാണെന്ന് പറയുമ്പോഴും ഡോക്ടർ നിങ്ങൾക്ക് പ്രഷർ കൂടുതലാണല്ലോ, എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോഴും നിങ്ങളുടെ ശക്തി ചോർന്ന് പോകും, ഇല്ലേ? നമ്മൾ എത്ര ധൈര്യമുള്ള ആൾക്കാരാണെങ്കിലും ശക്തി പോകും. ഉടനെ നിങ്ങൾ മനസ്സിൽ പറയണം, എന്താ? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിങ്ങനെ ആവർത്തിച്ച് പറയണം. ഇപ്പോഴല്ല, എന്തെങ്കിലും വിഷയം ഉണ്ടാകും, അച്ഛൻ ഹോംവർക്ക് തന്നതാണ്, അതാ അച്ഛൻ ഈശോ എന്നിലൂടെ നിങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ വരം തന്നതാണ്. എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ വീട്ടിൽ വഴക്കായി, കാര്യം ഉണ്ടായാൽ കാര്യമില്ലാതിരിക്കാം. നമ്മളെ സന്ധിക്കാൻ സംരക്ഷിക്കാൻ കേൾക്കുകയും ചെയ്യേണ്ട ആൾക്കാർ നമ്മൾക്കുമായിട്ട് മാനസികമായിട്ട് അകന്നു പോകുകയെന്ന്, അപ്പോഴും നമ്മൾ ബലഹീനമായി. ചില സമയത്തൊക്കെ അങ്ങനെ വേണം മക്കളെ. കൊച്ചു വഴക്ക്, വലിയ വഴക്കൊക്കെ ഉണ്ടാകണം, നല്ലതാണ്. എന്താ? നമുക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണ സമയമാണത്. അപ്പോൾ നീ നിൻ്റെ കൂടെയുള്ള ദൈവത്തിനെ ഓർക്കണം. എന്താണ്? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ എന്നിട്ട് നീ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവത്തിൻ്റെ ശക്തിയായ വചനമേ എന്നെ ഇപ്പം ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയായ വചനമേ എന്നെ ഇപ്പോഴേ ശക്തീകരിക്കണമേ. അയ്യോ, അത്ഭുതം നീ കാണും, അത്ഭുതം നീ കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇപ്പം വചനം പോലും ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈശോ പോലും ദൈവത്തിൻ്റെ ശക്തിയാണ്.
ഇപ്പം 1 കൊരിന്ത്യസ് 1:24 എന്താ നമ്മൾ വായിക്കണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും, ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പോൾ വചനം മാത്രമല്ല, ഈശോയും ശക്തിയാണ്. ഈ ശക്തി നമ്മളിലേക്ക് വരാനുള്ളതാ. അതിനാണ് ആവശ്യിക്കണമെന്ന് പൗലോസപ്പോസ്തലൻ പറയണത്. ശക്തിയായിട്ട് തന്നെ ഇരിക്കത്തില്ല. ഇപ്പം ദിവ്യകുർബാന ഈശോ ജീവനോടെ സാന്നിധ്യം നൽകുമ്പോൾ ആ ശക്തി അങ്ങനെ അവിടെ ഇരിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ട് ശക്തി നമ്മളിലേക്ക് വരും. ഇപ്പം ശമയോൻ ഈശോനെ വിളിക്കണത് എന്താ? രക്ഷ എന്നാണ് വിളിക്കണത്. രക്ഷ. ശമയോൻ ഈശോനെ കണ്ടപ്പോൾ, ഉണ്ണീശോനെ എടുത്തപ്പോൾ എന്നാ പറഞ്ഞത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള, പറഞ്ഞ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. അപ്പം രക്ഷ കാണാൻ പറ്റും. ആ ശമയോൻ ഉണ്ണീശോനെ എടുത്ത അതേ ഈശോ തന്നെയാണ് ദിവ്യകുർബാനയായി മാറണത്. നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും, മകനെ മകളെ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ദിവ്യകുർബാനയായി നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുക്ക 2:30. ദിവ്യകുർബാന എന്ന് പറയുന്നത് എന്താണ്? ലുക്ക 2:30 എന്താണ്? എല്ലാ മനുഷ്യർക്കും, മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും നാനാജാതി മതത്തിന് സാക്ഷ്യം പറയുകയാണ്. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? എല്ലാ മനുഷ്യർക്കും. ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും. ലുക്ക 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണുകൊണ്ട് കണ്ട കർത്താവിനെ നമ്മളിലേക്ക് പ്രാപിക്കാൻ പറ്റും നമുക്ക്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിലേക്ക് ഇപ്പോൾ നമുക്ക് രോഗമുണ്ട്, കടമുണ്ട്, കുടുംബത്തിൽ കലഹമുണ്ട്, വീട് വെക്കാൻ ഇടമില്ല, വീടുമില്ല, കുഞ്ഞുങ്ങളുടെ കല്യാണവും നടക്കണില്ല, വീടുമില്ല, കുടുംബത്തിൽ അസ്വസ്ഥതയാണ്, പലതരത്തിലുള്ള വിഷമതകളാണ്. അപ്പോൾ ഈ വിഷമതകളിലേക്കാണ് ദൈവം, ഒന്നാമത്തെ ഈശോൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. എന്താ? ഈശോയ്ക്ക് ഈ വചനങ്ങൾ കേൾക്കുകയോ കർത്താവിനെ ശരണം പ്രാപിച്ച് നടക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു വികാരം തോന്നും. എന്താ? അനുകമ്പ. ഇപ്പം ലുക്കായുടെ സുവിശേഷമില്ലേ, 8-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം. ഈ ജനക്കൂട്ടം 3 ദിവസമായി ഈശോൻ്റെ കൂടെ വചനം കേട്ട് നടക്കുമ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. അപ്പോൾ ആവർത്തിച്ച് അവർ 3 ദിവസമായി. നമ്മൾ ഈ 3 മാസം ഒരു ഘട്ടം വെച്ചിരിക്കണം. അങ്ങനെയാണ്. 3 മാസമില്ല ഉടമ്പടിക്ക്. ആദ്യ ഘട്ടം 3 പ്രാവശ്യം നമ്മളിവിടെ കൃപാസനത്തിൽ വന്ന് വചനം കേൾക്കണം. അപ്പോൾ അപ്പോൾ അത് ആ 8-3 കണക്റ്റഡ് ആണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നമ്മുടെ അനുകമ്പ തോന്നും. വെറും കൈയോടെ നമ്മളെ പറഞ്ഞു വിടാൻ മനസ്സ് വരത്തില്ല. അതാണ് ആൾക്കാർ സാക്ഷ്യം പറയണത്. എല്ലാ സാക്ഷ്യം പറയിപ്പിക്കാഞ്ഞിട്ടാണേ. ഒരുവിധം മിറക്കളിൻ്റെ മണമൊക്കെ ഉള്ളത് മാത്രമേ, അത്ഭുതങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും അങ്ങനെ പറയിപ്പിക്കത്തില്ല. അതൊക്കെ അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. മിറക്കിൾ പറയിപ്പിക്കും. അതെന്താ കാര്യം? അത് ഒത്തിരിയേറെ പേര് വളരെ ക്യാപിറ്റലായിട്ടുള്ള സങ്കടങ്ങളിലാണ്. അപ്പം അത് അവർ നടക്കുമായിരിക്കും, നടന്നാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ അഴകുഴമ്പനായിട്ടുള്ള ചിന്തയുള്ളവർക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യം കിട്ടും. എന്താ കാര്യം? എൻ്റെ കാര്യവും ഇതുപോലെ നടക്കും എന്ന് നമുക്കൊരു ബോധ്യം കിട്ടും. അതിനാണ് മിറക്കിൾസ് മാത്രം പറയിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ സാക്ഷ്യമെല്ലാം മക്കൾ വായിക്കണം. പത്രത്തിലുള്ള സാക്ഷ്യം, ഫേസ്ബുക്കിലുള്ള സാക്ഷ്യം ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ വിശ്വാസം വരികയും നമ്മൾ വോൾട്ടേജ് കൂടുകയും നമ്മളും അതുപോലെ വിശ്വാസം പ്രാപിച്ച് പ്രാർത്ഥന എരിവുള്ളതായി മാറും. അല്ലെങ്കിൽ അവരിവരൊക്കെ പറഞ്ഞ് നമുക്ക് ആപ്പടെ വിഷമത്തിലായി നമ്മൾ ഡൗണായി പോകും. നിങ്ങൾ ഡൗൺ ആകാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ ഇടയ്ക്ക് നിങ്ങൾ മൊബൈലിൽ എല്ലാം ഇട്ട് തരണത്. അതുകൊണ്ട് മൊബൈൽ നിങ്ങൾ കൃത്യമായിട്ട് അച്ഛൻ്റെ പേജ് ലൈക്ക് ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ അല്പം ഡൗൺ ആകുമ്പോൾ ഒരു സാക്ഷ്യം വായിക്കണം, കേൾക്കണം. ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ഒരു സാക്ഷ്യം കേൾക്കണം, അത് അച്ഛൻ്റെ ഒരു വചനം കേൾക്കണം. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളെ ഉടനെ ദൈവം വിശ്വാസം തരും, പിന്നെ തരും, പ്രത്യാശ തരും. എൻ്റെ പേര് തോമസ് വിശാൽ. ഇതെൻ്റെ അമ്മ പൗളീന ഡൊമിനിക്. ഇതെൻ്റെ ഇളയ മകൾ ജാസ്ലിൻ മരിയ. ഞാൻ
കൊച്ചി രൂപത കാട്ടിപ്പറമ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യം എനിക്ക് തന്ന നന്മകൾക്കായി ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിസമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ കരിയറിലുണ്ടായ ഒരു ഷിഫ്റ്റും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ തകർച്ചയുടെയും ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 23 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാനൊരു വലിയ ഫിനാൻഷ്യൽ ബാധ്യതയിലേക്ക് പോവുകയുണ്ടായി. ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് മൂലം ഒരു റോങ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പോയി അതിൻ്റെ ചതിക്കുഴിയിൽ വീണു. ഞാൻ ഒരുപാട് തകർന്നു പോയി. എൻ്റെ സമ്പാദ്യമെല്ലാം പോയി. ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കമ്പനിക്ക് ഒരുപാട് പ്രൊജക്റ്റ് ലോസ് സംഭവിക്കുക, അവർ ഒരു വലിയ കമ്പനി ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വേറെ ജോലി ഞാൻ നോക്കാൻ തുടങ്ങി. ഒന്നും ലഭിക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ സമയമൊന്നും മാതാവിനോടുള്ള ഒരു പ്രാർത്ഥന മുടക്കുകയോ പിതാവായ ദൈവത്തിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഉദ്ബോധിപ്പിച്ചിട്ടുള്ള ഒരു ബൈബിളിലെ പുസ്തകം എന്ന് പറയുന്നത് ജോബിൻ്റെ പുസ്തകവും രണ്ടാമത്തത് തോബീത്തിൻ്റെ പുസ്തകവുമായിരുന്നു. ഇതെപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ കരുതി ഇനി എൻ്റെ കരിയറിൽ പുതിയൊരു ഈ പ്രൊഫഷൻ്റെ സെയിം പ്രൊഫഷനിലേക്ക് ഇനിയൊരു ജോലി ലഭിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. വീട്ടിൽ മദറൊക്കെ പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. ശരി, ഞാനവർ പറഞ്ഞു മാതാവിൻ്റെ ആഗ്രഹം പിതാവിൻ്റെ ഹിതമനുസരിച്ചിട്ട് എന്താണോ എനിക്കിനി ലഭിക്കുന്നത് അതിലേക്ക് പോകാം എന്നുള്ളൊരു വലിയ ഇതിലേക്ക് ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. ഞാനതങ്ങനെ പതുക്കെ വിട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്ത എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ വേറെ എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇതിനിടയ്ക്ക് കാനഡ ഒരു PR ആപ്ലിക്കേഷൻസ് കൊടുത്തിരുന്നെങ്കിലും ഫൈനൽ സ്റ്റേജിൽ ഇതേ സമയത്ത് തന്നെ അതും റിജക്റ്റായിപ്പോയി. പിന്നെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് നോക്കാമെന്ന് വിചാരിച്ചാൽ അത് കൊടുത്ത് അതിനൊരു റിപ്ലൈ ഇല്ല. അതും അങ്ങനെ ഒരു റിപ്ലൈയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഞാൻ എൻ്റെ ഈ സമയത്ത് ബ്രദർ ഇൻ ലോയുടെ ഒരു ഓർഗനൈസേഷനിൽ ഞാനവിടെ എൻ്റെ പ്രൊഫഷനല്ല, അത് അക്കൗണ്ട്സാണ്. അവിടെ ചെറിയൊരു ജോലിയായിട്ട് എനിക്ക് അവിടെ തരപ്പെടുത്തി തന്നു. അങ്ങനെ ഞാനതുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിവിടെ ആയിരുന്നില്ല, കോഴിക്കോടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു 6 മാസത്തോളമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ നിരവധിയായ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പതുക്കെ മറന്ന് എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിൻ്റെ കാര്യത്തിൽ. അതിൽ ഞാൻ അവരോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സമയത്താണ് എനിക്കൊരു ബോധമുണ്ടായിരുന്നു. ഞാൻ ജപമാല ചൊല്ലുമ്പോൾ സാധാരണ പ്രത്യേകിച്ച് ഒന്നും നിയോഗങ്ങളോ ഒന്നും വെക്കുകയില്ല. ചുമ്മാ ജപമാല നന്മ പറഞ്ഞവരെയും ചൊല്ലുക, രഹസ്യങ്ങളൊക്കെ എല്ലാം ചൊല്ലുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2-3 ആഴ്ച മുമ്പാണ് എനിക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ പോലെ തോന്നി തുടങ്ങിയത്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നിയോഗം പ്രധാനമായിട്ടും വെക്കാനായിട്ട് എനിക്ക് തോന്നിപ്പിച്ചിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളി യുക്രിസ്റ്റിനെ പറ്റിയുള്ള നിയോഗമായിരുന്നു. അത് യുക്രിസ്റ്റിൻ്റെ ആ ഒരു വലിയ മഹത്വം അത് നിഷേധിക്കുന്ന പലരിലേക്കും വെളിപ്പെടുത്തി കിട്ടണം. അതോടൊപ്പം മാതാവിനെ നിഷേധിക്കുന്ന പലരിലേക്കും അത് വെളിപ്പെട്ട് കിട്ടണം എന്നുള്ളൊരു വലിയ നിയോഗമായിരുന്നു. ഞാൻ എൻ്റെ ഒരു രഹസ്യത്തിൽ എപ്പോഴും അത് വെച്ചിരുന്നത്. ഈ 2-3 ആഴ്ച ഇത് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അവരുടെ ഇൻഹോസ് ടീമിലേക്കാണ്. എൻ്റെ അതേ പ്രൊഫൈലാണ്, വെബ് ഡെവലപ്പറാണ്. അപ്പോൾ അതേ പ്രൊഫൈലിലേക്കാണ്. ഇത് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല.
ജസ്റ്റ് അവനെല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കഷനൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാനുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത് എനിക്കൊരു ഈ ജോബ് കൺഫർമേഷൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത 23 എന്ന് പറയുന്ന ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് ഈ മാസം ഈ ഒരു കൺഫർമേഷനിലേക്ക് എനിക്ക് വരുന്നത്. അപ്പോൾ നാളെ എനിക്ക് ആ ജോലിയിലേക്ക് ഞാൻ കയറാനായിട്ട് എനിക്ക് അതിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം അവർ അയച്ചു തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആകപ്പാടെ ഈ മാതാവിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഏക അടയാളം എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ് മാത്രമാണ്. 23 എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടയാളം. ഈ കാലഘട്ടത്തിന് ഈ ഉടമ്പടി എടുത്ത് ഇത്രയും നാൾ വരെ എനിക്ക് പ്രത്യേകിച്ച് വേറെ അടയാളങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചിരുന്നത് പിതാവിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. എനിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല, ഇന്ന ഡേറ്റിന് കിട്ടണമെന്നുമില്ല, ഒരു ഡേറ്റോ പറഞ്ഞിട്ടില്ല, ഇന്ന സംഭവം ഇന്ന ഇത് തന്നെ എനിക്ക് വേണമെന്നില്ല. നിനക്ക് എന്താണോ ഇഷ്ടം, നിനക്ക് എന്താണോ എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിൻ്റെ ഹിതം പോലെ അത് ചെയ്തോട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിരുന്നിട്ടുള്ളൂ. ഈ 2 വലിയ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ പറയാനായിട്ടുണ്ടായിരുന്നത്. കൂടാതെ എൻ്റെ മോൾക്ക് പണ്ട് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2018 ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അന്ന് ഒരു ജോലി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പതുക്കെ ഉടമ്പടിയിൽ നിന്ന് ഒന്ന് തെന്നി മാറി, കുറച്ച് അഹങ്കാരം കൂടി. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് എൻ്റെ മോൾക്ക് ഒരു ചെറിയ ഇങ്ങനെ അലർജിക്ക് വരുമായിരുന്നു. ഞാനത് അവളുടെ കാലിൽ മാതാവിൻ്റെ തൈലം പുരട്ടി അത് പിന്നീട് അത് മാറിയാണ് ഉണ്ടായത്. അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ അപ്ലോഡൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഈ സമയത്ത് ഞാനതൊന്നും കൂടി ഓർത്ത് ഞാനത് പറയുകയാണ്. എനിക്ക് ഇവിടെ ആൾക്കാരിൽ കയറിയെന്ന് അങ്ങനെ ഒരു സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ആഗ്രഹം പണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നിരുന്നു. അന്നത് സാധിച്ചില്ല. പക്ഷേ ഇന്ന് മാതാവ് അതിന് ഒരു വഴിയൊരുക്കിയിരിക്കുന്നതായിട്ട് മാതാവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രം ഞാൻ കൊടുക്കാറുണ്ട്. ക്രൈസ്തവ മേഖലയിലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊടുത്തിരുന്നു. എനിക്ക് ആയിക്കോട്ടെ, ഞാൻ ഒറ്റയടിക്ക് പത്രം കൊടുത്ത് തീർക്കാറില്ല. പകുതി ചിലത് പള്ളിയിൽ കൊടുക്കും, കുറച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കൊടുക്കും. ബസ് സ്റ്റോപ്പിലല്ല, പള്ളിയുടെ ഫ്രണ്ടിൽ പുറത്ത് യാത്രക്കാർ പോകുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും നിന്ന് കൊടുക്കുന്നത്. കൂടാതെ കാരുണ്യപ്രവൃത്തികളായിട്ട് പൊതിച്ചോറ് വഴിയിലൊക്കെ കൊടുക്കാറുണ്ട്. വഴിയിലല്ല, ഞങ്ങളുടെ ആ ഭാഗത്തായിട്ട് 2-3 അപ്പന്മാരുണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ആ സമയത്ത് ചിലപ്പോൾ രാത്രി കാലങ്ങളൊക്കെ ആയിരിക്കും, ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇത് ആരെങ്കിലും കാണുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ മേടിച്ച് കൊടുത്ത് പറ്റുന്ന രീതിയിൽ ഞാനങ്ങനെ സഹായിക്കാറുണ്ടുള്ളത്. പിന്നെ അടുത്തൊരു അഗതി മന്ദിരമുണ്ട്, അവിടെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നിൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാറാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന തിരുക്കുമാരനും മാതാവിനും പ്രത്യേകം എൻ്റെ നന്ദി പറയുന്നു. ഇനിയും ഉടമ്പടിയിൽ തെന്നിമാറാതെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് ഒരു വലിയ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ഞാൻ 2024 ഏപ്രിൽ 23 ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ മകനിപ്പോൾ നല്ലൊരു ജോലി ഇപ്പോൾ കിട്ടി. ജോലിയില്ലാത്ത അവസരത്തിൽ അവൻ്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അവന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ അവന് നല്ലൊരു ജോലി ലഭിച്ചു. അതിന് അത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പപ്പക്ക് ജോലി തന്ന ഈശോയ്ക്കും അമ്മ മാതാവിന് 1000 നന്ദി. പരിശുദ്ധ ദേവമാതാവിന് 1000 നന്ദി. എൻ്റെ പേര് മേരി ലവീന ഡിക്രൂസ്. ഞാൻ ആലപ്പുഴ മൗണ്ട് കാർമൽ ഇടവകാംഗമാണ്. എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ 1 വർഷമായി ഉടമ്പടി എടുത്തിട്ട് മമ്മിക്ക് കുറേ നാളുകളായി താടിവേദന ഉണ്ടായിരുന്നു. അങ്ങനെ വേദന കൂടി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ MRI എടുപ്പിച്ചു. MRI എടുത്തപ്പോൾ ട്രൈജെമിനൽ ന്യൂറോളജിയ എന്നൊരു അസുഖമാണെന്നാണ് പറഞ്ഞത്. ആ അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. മുഖത്ത് കാറ്റടിക്കുമ്പോഴോ താടിയിൽ തൊടാനോ വയ്യ, ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല.
വേദന വരുന്നതെന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 10 പ്രാവശ്യമെങ്കിലും ഷോക്ക് അടിച്ച പോലെ ഒരു വേദന താടിയിൽ വരും. അപ്പോൾ വേദന വരുമ്പോൾ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം മമ്മി ഉണ്ടാക്കുമായിരുന്നു. വെള്ളം കുടിക്കുവാണെങ്കിൽ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുമായിരുന്നു. അത്രയ്ക്കും വേദനയായിരുന്നു. അങ്ങനെ മമ്മി വർഷങ്ങളായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ്. മമ്മിയുടെ സിൽവർ ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഉടമ്പടിയിൽ ജീവിക്കുന്നതല്ലേ, മമ്മി നിയോഗം വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, മമ്മിയുടെ ആവശ്യം വെക്കത്തില്ല, മമ്മി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിയോഗം എടുത്തേക്കുന്നത്, മമ്മിയുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചതാണ്, ഈ ഒരു അസുഖം മമ്മി വെക്കത്തില്ല എന്ന് പറഞ്ഞു. മാതാവ് മാറ്റിത്തരും, മാതാവിന് ഇതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മമ്മിയുടെ വേദന കണ്ടിട്ട് ഞാൻ 3ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഓഗസ്റ്റ് മാസം ഈ ഒരു നിയോഗം അതിൽ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അടുത്ത പുതുക്കലിന് വരുമ്പോൾ മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. മമ്മി അന്ന് വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോയി. അപ്പോൾ മമ്മി പറഞ്ഞു, കണ്ട അച്ഛനൊന്നും പറഞ്ഞില്ല, അത് തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ വേദന കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ടും രക്ഷയില്ലാത്തതുകൊണ്ട് സർജറി വല്ലതും നോക്കാം. പക്ഷേ അത് തലയിലാണ് സർജറി ചെയ്യുന്നത്, അപ്പോൾ അത് റിസ്ക്കാണ്, കോംപ്ലിക്കേഷനാണ്, അത് നല്ല ഹോസ്പിറ്റലിൽ നോക്കണം. കേരളത്തിൽ തന്നെ കണ്ണൂർ എന്താണ്ടൊക്കെയുള്ള അതിൻ്റെ ഹോസ്പിറ്റലിൽ, അപ്പോൾ നല്ല ഡോക്ടറിന് സർജൻ ആയിരിക്കണം അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നുവെച്ചാൽ മാതാവ് മാറ്റിത്തരും, ഞാൻ നിയോഗം വെച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ മമ്മിയുടെ വേദന പൂർണ്ണമായിട്ട് മാറി. മമ്മിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. മറ്റേത് വേദന വരുമ്പം കിറി ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോകും. ഒരു സെക്കൻഡ് ആ വേദന വരുന്നെങ്കിൽ ആ സെക്കൻഡ് ഇങ്ങനെ സൈഡിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എവിടെയെങ്കിലും മമ്മി മുടങ്ങാതെ എല്ലാ ദിവസവും ആ വേദനയും കൊണ്ട് സ്കൂട്ടറിലിരുന്ന് രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുമായിരുന്നു. മമ്മി ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് വൃദ്ധസദനങ്ങളിലും രോഗികളുടെ അടുത്തും പോകുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പൈസയായിട്ടും സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മകന് 3 വയസ്സാണ്. അപ്പോൾ അവനെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടിലിൻ്റെ പടിയിൽ നെറ്റിയിടിച്ച് കരഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം നെറ്റിയുടെ നടുക്കാണ് നീലച്ച് വന്ന് മുഴയായിട്ട് നീല കളറിൽ വന്നു. അപ്പോൾ വേഗം അവൻ ഐസൊന്നും വെപ്പിക്കത്തില്ല, തൈലം എടുത്ത് ആദ്യമേ തൂത്തു. ആ തൂത്ത സെക്കൻഡ് തന്നെ നോക്കുമ്പോൾ അത് പയ്യെ താഴുന്നത് നമുക്ക് കാണാം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അതിൻ്റെ പാട് പോയി. അങ്ങനെ പൂർണ്ണ സൗഖ്യം നൽകി. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇപ്പം മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ അനിയത്തിയും മമ്മിയും എല്ലാം ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ബൈബിൾ വായനയും എല്ലാം കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഞാനിവിടെ 5ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്. എൻ്റെ പേര് സീബ ഡിക്രൂസ് എന്നാണ്. ഞാൻ മൗണ്ട് കാർമൽ കത്തീഡ്രൽ അംഗമാണ്. ഞാനിവിടെ മെയ്യിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു വന്ന് എൻ്റെ മകൾക്ക് വിസ കിട്ടിയതും അവൾക്ക് ജോലി മാതാവ് മേടിച്ചു തന്നതിനും വേണ്ടി സാക്ഷ്യം പറഞ്ഞു. ഞാൻ അഖണ്ഡ ജപമാലക്ക് പോകാൻ നേരത്തെ എല്ലാവർക്കും വിഷമമായിരുന്നു, ഞാൻ ഈ വേദനയും വെച്ച് പോകുമെന്ന്. ഞാൻ ഉറച്ച് വിശ്വസിച്ച് എൻ്റെ മാതാവ് മാറ്റിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ അഖണ്ഡ ജപമാലക്ക് പോയി. അഖണ്ഡ ജപമാലക്ക് പോയത് ഞാൻ മാതാവിനോട് നന്ദിയും കൂടി പറയാൻ വേണ്ടിയാണ്. കാര്യം എൻ്റെ മകൾ കഴിഞ്ഞ വർഷം അഖണ്ഡ ജപമാലക്ക് വന്നപ്പോൾ അവളുടെ ഭർത്താവിന് പെർമിറ്റില്ല, എൻ്റെ മോൾക്ക് വിസ കിട്ടിയിട്ടില്ല. അത് അന്ന് അഖണ്ഡ ജപമാല കൂടി കൃപാസനത്തിൽ വന്ന് നിന്നപ്പം മെസ്സേജ് വന്നു. അങ്ങനെ മാതാവ് എൻ്റെ മകൾക്ക് കൊടുത്ത അനുഗ്രഹം എനിക്ക് നന്ദി പറയണം. എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ആ നന്ദി പറയണം, അല്ലെങ്കിൽ മാതാവിനോട് നന്ദിയില്ലാത്തതായിരിക്കും. അത് കാരണം എനിക്ക് ഏതായാലും അഖണ്ഡ ജപമാല കൂടണം. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അഖണ്ഡ ജപമാല കൂടിയത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. എനിക്ക് കൊന്ത ചെല്ലണം, എനിക്ക് പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണം. കാര്യം എൻ്റെ വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ സ്വർഗസ്ഥാനായി ചെല്ലിയിട്ടുണ്ട്, അന്നൊന്നും വേണ്ടുന്ന ചെല്ലാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ കരയും. അപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞ്, എൻ്റെ മാതാവ് ഈ ജീവിതം എനിക്കെന്തിനാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും കുർബാനക്ക് കൂടെ സഹകരിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് മാതാവിനോട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ഒച്ചത്തിൽ കൊന്തയല്ലേയും ചെയ്യാനുള്ളൊരു ജീവിതം തന്നാൽ മതിയെന്ന് ഞാൻ എന്നും പറയും. എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാര്യം എന്നോട് പറയുമായിരുന്നു, നീ ഇത്രയും പ്രാർത്ഥിക്കണമല്ലേ, എന്നിട്ട് എനിക്കെന്തിനാണ് ഇത്രയും തന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, മാതാവ് പ്രാർത്ഥിക്കണവരോടാണ് കൂടുതൽ സ്നേഹം, അതുകൊണ്ടാണ് എനിക്ക് ഈ വേദന തന്നതെന്ന് പറഞ്ഞ് എൻ്റെ വേദന കാരണം എൻ്റെ സഹോദരങ്ങൾ എറണാകുളത്ത് കൊണ്ടേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ പറഞ്ഞ്, ഇത് ജീവിത അവസാനം വരെ നിങ്ങൾ ഗുളിക കഴിക്കണം, കാര്യം വേദന കുറയത്തില്ലെന്ന് പറഞ്ഞ്. ഞാൻ ആ ഗുളിക ഒരെണ്ണം പോലും എഴുതിയില്ല. ഞാൻ പറഞ്ഞു, ഈ മരുന്ന് എനിക്ക് വേണ്ട, എൻ്റെ മാതാവ് എന്നെ സുഖപ്പെടുത്തും. കാര്യം ആദ്യം ഞാൻ ഗുളിക കഴിച്ചിട്ട് എൻ്റെ വായിൽ നിറച്ച് പൊട്ടി
അപ്പോൾ എൻ്റെ ഭർത്താവ് ഓയിൽമെൻറ്റ് കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ ഓയിൽമെൻറ്റ് പുരട്ടത്തില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും മാതാവിൻ്റെ ഉപ്പും പുരട്ടുമായിരുന്നു. ഒരു മരുന്ന് ഞാൻ എൻ്റെ ഈ വായിൽ പുരട്ടിയില്ല. മരുന്ന് കഴിച്ച് എൻ്റെ വാ നിറച്ച് പൊട്ടി. ആരെങ്കിലും നോക്കിയാൽ എല്ലാവർക്കും പേടി തോന്നും, എന്തോ വേറെ രോഗമാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു രോഗവും ഒരിക്കലും വരുത്തില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ആ അനുഗ്രഹം എൻ്റെ മാതാവിനെ ഞാൻ ഇനി എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ഈ മാതാവിൻ്റെ അടുത്ത് നന്ദിയുള്ളതായിരിക്കും. ഒരിക്കലും എനിക്ക് തന്ന അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തത് 2017 ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് ഈ മാതാവിൻ്റെ അൾത്താരയിൽ കയറുന്നത്. എൻ്റെ മാതാവ് എനിക്കിനി ഒരു കാര്യവും മാതാവിനോട് പറയാനില്ല. കാര്യം എൻ്റെ മക്കൾ രണ്ടും ഉടമ്പടിയിലാണ്. അപ്പം മാതാവ് നോക്കിക്കോളൂ അവരെ. അത് കാരണം ഞാൻ ഇനി ഉടമ്പടിയിൽ എൻ്റെ ആവശ്യമൊന്നും ഞാൻ വെക്കത്തില്ല, മറ്റുള്ളവരുടെ ആവശ്യമാണ് വെക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞങ്ങൾ പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ കരുണാലയത്തിൽ ഈ അരിയും സാധനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് ബെഡും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണ ബെഡൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഈ ക്യാൻസർ രോഗികൾക്ക് ഒക്കെ പൈസയും പിന്നെ പൊതിച്ചോറും പൈസയൊക്കെ കൊടുക്കും. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കുറേ പ്രായമായ അമ്മച്ചിമാരുണ്ട്. അവരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് ഉപ്പും എല്ലാം കൊടുക്കും മാതാവ് തന്ന അനുഗ്രഹത്തിന്. പിന്നെ എൻ്റെ മകൾക്ക് എൻ്റെ മോള് ഇവിടെ വന്ന് പിന്നെ സാക്ഷ്യം പറയണമെങ്കിൽ മോള് കൂടെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ മോള് അയർലൻഡിലാണ്. അവൾ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നല്ലൊരു ജോലി മാതാവ് കൊടുത്ത്. അവൾ പഠിച്ച ജോലി തന്നെ നല്ലൊരു ജോലി കൊടുത്ത്. അപ്പോൾ ഇവിടെ അത് പറയാൻ മോള് വേണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. മാതാവ് തന്ന എല്ലാ അനുഗ്രഹവും. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെയ്യിൽ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എൻ്റെ ഇവിടെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി മാറിയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല. അത് മാതാവിനോട് ക്ഷമ പറയണേണ് അതിന്. അങ്ങനെ തന്ന എല്ലാ അനുഗ്രഹത്തിലും എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ മാതാവിനോട് ഞാൻ കടപ്പെട്ട് ഇരിക്കും. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.